നമസ്കാരം. NTA UGC നെറ്റ് എക്സാം മലയാളത്തിൻ്റെ ഇപ്രാവശ്യത്തെ 2025 ചോദ്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. കുറച്ച് പേർക്ക് വളരെ എളുപ്പം ഉള്ളതായതും അതുപോലെ തന്നെ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടാർന്നത്, അതായത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില ഓപ്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഈ ഒരു ചോദ്യം നമുക്കിന്ന് നോക്കാം. മൃതശരീരം അടക്കം ചെയ്യുന്നതുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് ഇപ്രാവശ്യത്തെ UGC മലയാളം നെറ്റ് എക്സാം ജൂൺ 2025 ചോദിച്ചിരുന്നു. ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് തന്നിരുന്നത് നന്നങ്ങാടി, മുക്കാൽവട്ടം, കുടക്കല്ല്, തൊപ്പിക്കല്ല് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 4 എണ്ണവും പഠിച്ചവർക്കറിയാം. ഇത് 4ഉം യഥാർത്ഥത്തിൽ പൗരാണിക ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് മൃതശരീരം അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധമില്ലാത്തത് എന്നൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഓരോന്നും അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച്, ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് അവലോകനം നടത്താം. നന്നങ്ങാടി എന്താണ്? നന്നങ്ങാടി എന്ന് പറയുന്നത് പൗരാണിക ശ്മശാന രീതികളിൽ ഒന്നാണ്. കല്ലുകൊണ്ടുള്ള ചതുരാകൃതിയിലോ ചതുരശ്രാകൃതിയിലോ ഉള്ള ശവകുടീരമാണ് നന്നങ്ങാടി. മെഗാലിത്തിക് കാലഘട്ടത്തിലെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ചുരുക്കത്തിൽ പൗരാണിക സംസ്കാരത്തിൽ മരിച്ചവരെ സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള ശവകുടീരമാണ് നന്നങ്ങാടി. അപ്പോൾ നന്നങ്ങാടി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തത് കുടക്കൽ എന്താണെന്ന് നോക്കാം. കേരളത്തിലെ പുരാവസ്തു ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് കുടക്കല്ല്. കുടക്കല്ല് എന്നത് മേൽക്കൂര കുടം പോലെയുള്ള രൂപത്തിലുള്ള ഒരു ശിലാസ്മാരകമാണ്. ഇത് സാധാരണയായി ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മെഗാലിത്തിക് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടക്കല്ലുകൾ കണ്ടുവരുന്നു. ലളിതമായി പറഞ്ഞാൽ മരിച്ചവരുടെ സ്മരണയ്ക്കായി കുടം പോലുള്ള രൂപത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ കല്ല് സ്മാരകമാണ് കുടക്കല്ല്. അപ്പോൾ കുടക്കല്ല് എന്താണെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തതാണ് തൊപ്പിക്കല്ല്. എന്താണ് തൊപ്പിക്കല്ല്? തൊപ്പി പോലെ വട്ടമായോ അർദ്ധഗോളമായോ രൂപഘടനയുള്ള വലിയ കല്ലാണ് തൊപ്പിക്കല്ല്. ശവസംസ്കാരത്തിന് ശേഷം മരിച്ചവരെ ഓർമ്മപ്പെടുത്താനോ അവരുടെ ശവകുടീരങ്ങളെ അടയാളപ്പെടുത്താനോ ഇത് ഉപയോഗിച്ചിരുന്നു. ഇവ കേരളത്തിന്റെ പുരാതന സംസ്കാരത്തെയും മരണാനന്തര ആചാരങ്ങളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മരിച്ചവരുടെ ശവസംസ്കാരത്തോട് ബന്ധപ്പെട്ട് തൊപ്പിയുടെ ആകൃതിയിൽ സ്ഥാപിച്ചിരുന്ന പുരാവസ്തു ശിലാസ്മാരകമാണ് തൊപ്പിക്കല്ല്. അപ്പോ നന്നങ്ങാടി എന്താണെന്ന് മനസ്സിലാക്കി, കുടക്കൽ എന്താണെന്ന് മനസ്സിലാക്കി, ഇതാ തൊപ്പിക്കല്ല് എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് മുക്കാൽ വട്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് മുക്കാൽ വട്ടം? 3 ഭാഗം വളയങ്ങളുള്ള ഒന്നാണ് മുക്കാൽ വട്ടം. ഇത് മരിച്ചവരുടെ ശവകുടീരങ്ങളെ ചുറ്റി നിർമ്മിച്ചിരിക്കുന്ന വളയ രൂപത്തിലുള്ള സ്മാരകമാണ്. 3 വളയങ്ങൾ കൊണ്ടാണ് മുക്കാൽ വട്ടം നിർമ്മിച്ചിരിക്കുന്നത്. നടുവിൽ ശവകുടീരമോ നന്നങ്ങാടി, കുടക്കല്ല്, തൊപ്പിക്കല്ല് പോലെയുള്ള ഘടനകളോ ഉണ്ടായിരിക്കും. കേരളത്തിലെ മെഗാലിത്തിക് സംസ്കാരത്തിന്റെ ഒരു പ്രധാന ശവസംസ്കാര ചിഹ്നമാണ് മുക്കാൽവട്ടം. ശവസംസ്കാരത്തിനും മരിച്ചവരുടെ സ്മരണയ്ക്കുമായി നിർമ്മിച്ചതാണ് ഇത്. ലളിതമായി പറഞ്ഞാൽ 3 കല്ല് വളയങ്ങളാൽ ചുറ്റപ്പെട്ട പുരാവസ്തു ശവകുടീര ഘടനയാണ് മുക്കാൽവട്ടം. അപ്പൊ നന്നങ്ങാടി എന്താണെന്ന് കണ്ടു, തൊപ്പിക്കല്ല്, കുടക്കല്ല് ഇതെല്ലാം കണ്ടതിന് ശേഷം മുക്കാൽവട്ടം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതിന്റെ മുക്കാൽവട്ടത്തിന്റെ നടുവില് ശവകുടീരമോ അഥവാ നന്നങ്ങാടി, കുടക്കല്ല്, തൊപ്പിക്കല്ല് പോലെയുള്ള ഘടനകളോ ഉണ്ടായിരിക്കും. അപ്പോ ഇതെന്ന് പറയുന്നത് മെഗാലിത്തിക് സംസ്കാരത്തിന്റെ ഒരു പ്രധാന ശവസംസ്കാര ചിഹ്നമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യവുമായിട്ട് ഏറ്റവും അതായത് ബന്ധമില്ലാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മുക്കാൽവട്ടമാണ്. അപ്പോൾ ഓപ്ഷൻ 2 മുക്കാൽവട്ടമാണ് ഇതിന്റെ ഉത്തരം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ കടക്കാം. മൃതശരീരം അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? നന്നങ്ങാടി, കുടക്കല്ല്, തൊപ്പിക്കല്ല് ഇതെന്താണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം മുക്കാൽവട്ടം എന്താണെന്ന് മനസ്സിലായപ്പോഴാണ് മൃതശരീരം അടക്കം ചെയ്യുന്നതുമായിട്ട്
ബന്ധമില്ലാത്തതാണ് മുക്കാൽ വട്ടം. എന്നാൽ പൗരാണിക ശവസംസ്കാര രീതികളിലൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ മുക്കാൽ വട്ടം. എങ്കിലും മൃതശരീരം അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഇവിടെ മുക്കാൽ വട്ടത്തിനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നാൽ കുറച്ചൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്ക് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. നമുക്കറിയാം കേരള ചരിത്രം, കേരള സംസ്കാരം ഇതൊക്കെ നമുക്ക് NTA UGC മലയാളം നെറ്റ് പേപ്പറിന്റെ മൊഡ്യൂൾസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ നിഷ്പ്രയാസം നമുക്ക് മാർക്ക് വാങ്ങിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതിൽ കൂടുതലായിട്ട് പഠനം നടത്തേണ്ടതും അനിവാര്യമാണ്. നന്നായിട്ട് വായിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ ചോദ്യങ്ങളുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.